സാജു, ഇവിടെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്താലും പോലും സ്ഥിരീകരിക്കുന്നില്ല അടൂർ പ്രകാശ്. KPCC അധ്യക്ഷൻ പറയട്ടെ എന്നാണ്. എന്തായിരിക്കും കാരണം? അജിംസെ, KPCC അധ്യക്ഷന്റെ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. 12 മണിക്ക് കണ്ണൂരിൽ വെച്ചാണ് ആ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. സ്വാഭാവികമായും അതുകൊണ്ടാണ് UDF കൺവീനർ ഈ പാർട്ടി എടുത്തിരിക്കുന്ന തീരുമാനം മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാതിരിക്കുന്നത്. അത് വിശദീകരിക്കേണ്ടത് KPCC അധ്യക്ഷനാണ് എന്ന പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടായിരിക്കാം അദ്ദേഹം അക്കാര്യത്തിലേക്ക് പോകാതിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ രാജി എന്ന ആവശ്യത്തെ അതിശക്തമായി പാർട്ടിക്കുള്ളിൽ എതിർത്ത ആളാണ് UDF കൺവീനറായ അടൂർ പ്രകാശ്. ആവശ്യമില്ലാത്ത കീഴ്വഴക്കങ്ങൾ സൃഷ്ടിക്കരുത് എന്ന നിലപാടെടുത്തിരുന്നു അടൂർ പ്രകാശ് പാർട്ടിക്കുള്ളിൽ. ആ അടൂർ പ്രകാശിന്റെ ഇപ്പോഴത്തെ വിശദീകരണങ്ങളിലും ഈ രാജി എന്ന ആവശ്യത്തോടുള്ള അദ്ദേഹത്തിന്റെ എതിർപ്പുണ്ട്. മാത്രമല്ല, സസ്പെൻഷൻ എന്ന നടപടി തന്നെ വേണമായിരുന്നോ എന്ന് ചിന്തിക്കുന്നവരുടെ കൂട്ടത്തിലാണ് അടൂർ പ്രകാശ് എന്ന് തോന്നുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പ്രതികരണങ്ങൾ വന്നിരിക്കുന്നത്. പക്ഷേ ഒരു തീരുമാനം അടൂർ പ്രകാശ് പറയാതിരുന്നത്, അത് പറയേണ്ടത് KPCC അധ്യക്ഷനാണ്. പ്രോട്ടോകോൾ പ്രകാരം എന്താണ് ഒരാൾക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത് എന്ന് അറിയിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അടൂർ പ്രകാശിന്റെ ഇപ്പോൾ കാര്യങ്ങൾ പറയാതിരിക്കുന്ന സമീപനത്തെക്കുറിച്ച് ആകുലപ്പെടേണ്ടതില്ല എന്ന് തോന്നുന്നു. അത് അദ്ദേഹം KPCC പ്രസിഡന്റ് പറയാനുള്ളത് KPCC പ്രസിഡന്റ് പറയട്ടെ എന്ന നിലപാട് സ്വീകരിച്ചതാണ്. പക്ഷേ സസ്പെൻഷൻ സംബന്ധിച്ച തീരുമാനം മുതിർന്ന നേതാക്കളെ, ഭാരവാഹികളെ ഒക്കെ KPCC നേതൃത്വം ഇതായിരിക്കും തീരുമാനം എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്. അത് K മുരളീധരന്റെ വാചകത്തിലൂടെ നേരത്തെ പുറത്തു വരികയും ചെയ്തതാണ്. അജിം സാജു, ഈ ഉമാ തോമസ് MLA-ക്കെതിരായ സൈബർ ആക്രമണം വലിയ വിവാദമാവില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. ഇപ്പൊ ഇന്നിപ്പോ അവർ വന്നിട്ട് എനിക്കൊന്നും പറയാനുള്ളത് ഇന്നലെ തന്നെ പറഞ്ഞു കഴിഞ്ഞു എന്ന് പറയുന്നു. ഇക്കാര്യത്തിൽ കോൺഗ്രസിൽ ചർച്ചയുണ്ടായോ? ഇക്കാര്യത്തിൽ കോൺഗ്രസിൽ ഇന്ന് രാവിലെ തന്നെ നേതാക്കൾക്കിടയിൽ ചർച്ച നടന്നിട്ടുണ്ട്. ഇങ്ങനെ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾ ആസൂത്രിതമാണ് എന്ന സംശയം മുതിർന്ന നേതാക്കൾ പ്രകടിപ്പിച്ചു. അത്തരം സൈബർ ആക്രമണങ്ങൾ നിർത്തണമെന്ന നിർദ്ദേശം നേതാക്കൾ നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് പ്രവർത്തകരാണ് ഈ സൈബർ ആക്രമണങ്ങൾ നടത്തുന്നതെങ്കിൽ അത് നിർത്തണം എന്നാണ് ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. ഇന്നലെ ഉമാ തോമസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ടിരുന്നു. മറ്റു വനിതാ നേതാക്കളെ പോലെ അവരുടെ ബൈറ്റ് പുറത്തു വന്നതിന് ശേഷമായിരുന്നു അവർ അന്ന് സ്റ്റേഡിയത്തിൽ വീണപ്പോൾ മരിച്ചുപോയാൽ മതിയായിരുന്നു എന്നുപോലുമുള്ള കമന്റുകൾ അടങ്ങിയ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം അവർക്ക് നേരെ ഉണ്ടായത്. ഇതുപോലെ തന്നെ ഈ രാജി എന്ന ആവശ്യത്തിനൊപ്പം നിന്ന നേതാക്കളുണ്ട്. അവരൊക്കെ എതിരെ ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം ചില ആസൂത്രിതമാണോ എന്ന സംശയം ചില മുതിർന്ന നേതാക്കൾക്ക് ഇപ്പോഴുമുണ്ട്. അവയൊക്കെ പരിശോധിക്കണമെന്ന ആവശ്യം കൂടി പാർട്ടിക്ക് മുന്നിലേക്ക് പിന്നീട് എത്തിയേക്കാം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും അത്തരം കാര്യങ്ങളെ പിന്തുണയ്ക്കില്ല എന്ന് KPCC നേതൃത്വവും മുതിർന്ന നേതാക്കളും ഒക്കെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. സൈബർ ആക്രമണങ്ങൾ കോൺഗ്രസിന്റെ രീതി അല്ല എന്ന് ആദ്യം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിശദീകരിച്ചതാണ്. അത് ആരോപണമുയർത്തിയ നടി അടക്കമുള്ളവർക്കെതിരെ സൈബർ ആക്രമണം നടന്ന പശ്ചാത്തലത്തിലായിരുന്നു അത്തരക്കാർ കോൺഗ്രസുകാരാണെങ്കിൽ നടപടിയെടുക്കുമെന്ന മുന്നറിയിപ്പ് VD സതീശൻ നൽകിയിരുന്നത്. അതിനു പിന്നാലെയാണ് VD സതീശൻ അടക്കമുള്ളവരുടെ നേതൃത്വത്തിലുള്ളവർക്കെതിരെ എല്ലാം തന്നെ സൈബർ ആക്രമണങ്ങൾ നടക്കുന്നതിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. കോൺഗ്രസിൽ ഈ നടപടിയുമായി ബന്ധപ്പെട്ട് തന്നെ പരിശോധിച്ചാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്ക് എടുത്ത കടുത്ത നിലപാടിനൊപ്പം യോജിക്കാൻ KPCC ഭാരവാഹികളടക്കം KPCC വർക്കിംഗ് പ്രസിഡന്റുമാരടക്കം UDF കൺവീനർ അടക്കം തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അത്രയും വലിയ ശക്തമായ നടപടികൾ ഈ കാര്യത്തിൽ ആവശ്യമില്ല. കാരണം ഒരു പരാതിയില്ല, കോടതിയുടെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള വിധികളില്ല, പോലീസിന്റെ ഒരു FIR ഇല്ല. ഇങ്ങനെയുള്ള കാര്യത്തിന് എന്തിനാണ് ഒരാൾ ജനപ്രതിനിധി സ്ഥാനം രാജിവെക്കുന്ന എന്ന ചോദ്യമുയർന്നു. CPM നടത്തുന്ന പ്രചാരണ വഴികളിലൂടെ പോയി കെണിയിൽ വീഴരുത് എന്ന നിലപാടായിരുന്നു ആ നേതാക്കൾക്ക് ഉണ്ടായിരുന്നത്. അതിനാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി വേണ്ടതില്ല. മറ്റൊന്ന്, ഇരട്ട നീതി കാട്ടരുത് രാഹുൽ മാങ്കൂട്ടത്തോട് എന്നതായിരുന്നു അവരുടെ അഭിപ്രായം. കാരണം നേരത്തെ M വിൻസെന്റിനെതിരെയും അതുപോലെ തന്നെ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെയും ഒന്നും അവരോട് MLA സ്ഥാനം രാജിവെക്കാനുള്ള നിർദ്ദേശം പാർട്ടി നൽകിയിരുന്നില്ല. അവരെ അങ്ങനെ രാജിവെപ്പിക്കണമെന്ന ചർച്ച പോലും ആ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇതൊരു ഇരട്ട നീതിയായി മാറും. മാത്രമല്ല, ആവശ്യമില്ലാത്ത കീഴ്വഴക്കം സൃഷ്ടിക്കും എന്നതായിരുന്നു. അതിന് രാഷ്ട്രീയമായ എന്ത് രാഷ്ട്രീയ ധാർമ്മികതയുടെ പേര് പറഞ്ഞാണെങ്കിലും അതിൽ നിന്ന് കിട്ടുന്ന നേട്ടത്തെ കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല എന്ന അഭിപ്രായമുണ്ടായി. ഒപ്പം തന്നെ ഉപതെരഞ്ഞെടുപ്പ് ഭീതി കൂടി വന്നതോടുകൂടി കടുത്ത നിലപാടെടുത്ത നേതാക്കൾക്കും പിന്നാക്കം പോകേണ്ടി വന്നു. അങ്ങനെയാണ് സസ്പെൻഷൻ എന്ന കാര്യത്തിലേക്ക് ധാരണയായിരിക്കുന്നത്.
ഇതിനി ഹൈക്കമാൻഡിനെ KPCC അധ്യക്ഷൻ അറിയിക്കണം. അങ്ങനെ ഹൈക്കമാൻഡിനെ കൂടി അറിയിച്ച ശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിലുള്ള പ്രഖ്യാപനം ഉണ്ടാവുക. 12 മണിക്ക് കണ്ണൂർ ഇരിട്ടിയിലെ വസതിയിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ആ വാർത്താ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച പാർട്ടി എന്തൊക്കെ കാര്യങ്ങളിൽ പുറത്തേക്ക് പറയാൻ ആഗ്രഹിക്കുന്നു അതെല്ലാം വിശദീകരിക്കപ്പെടും. അജിത്, സാജു, ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ സൈബർ ആക്രമണം എന്ന് അത് ആസൂത്രിതമാണെന്ന് കരുതുമ്പോൾ പാർട്ടിക്കകത്ത് തന്നെയുള്ള രണ്ടഭിപ്രായം അണികൾക്കിടയിലും ഉണ്ടായി എന്നാണോ? അതല്ല ഒരു വിഭാഗം അണികളെ കൊണ്ട് ബോധപൂർവം ഇത്തരത്തിലുള്ള സൈബർ ആക്രമണം ഉണ്ടാക്കുകയാണെന്നാണോ? ചില മുതിർന്ന നേതാക്കൾക്ക് അത്തരത്തിലുള്ള സംശയമുണ്ട്. ആസൂത്രിതമായ നീക്കം നടത്തിക്കൊണ്ട് ഒരു വിഭാഗം, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന വിഭാഗം വലിയ രീതിയിലുള്ള സൈബർ ആക്രമണത്തിന് ഇറങ്ങി പുറപ്പെട്ടു എന്ന് തന്നെയാണ് അവർ കണക്കുകൂട്ടുന്നത്. അതുകൊണ്ടാണ് അതിൽ കടുത്ത അതൃപ്തി മുതിർന്ന നേതാക്കൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത്. വരുന്ന ഭാരവാഹി യോഗങ്ങളിലടക്കം ഇക്കാര്യം ഉയർത്തും. അതൊരു ആസൂത്രിതമായ നീക്കമാണ്. അഭിപ്രായ പ്രകടനങ്ങൾ പാർട്ടിക്കുള്ളിൽ നടത്തിയവരാണ് VD സതീശനെയും രമേശ് ചെന്നിത്തലയും പോലുള്ളവർ. മറ്റുള്ളവർ ആകട്ടെ തങ്ങളുടെ നിലപാട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ വിശദീകരിക്കപ്പെടുമ്പോൾ അവർക്ക് നേരെ സൈബർ ആക്രമണത്തിന് ഇറങ്ങുന്ന പരിപാടി ശരിയല്ല. ഇത് രാഷ്ട്രീയമായ പ്രതിരോധം തീർക്കുകയാണ്. യഥാർത്ഥത്തിൽ പാർട്ടിക്കെതിരെ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയമായി പ്രതിരോധം തീർക്കുകയാണ് സൈബർ സേനകൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സൈബർ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ചെയ്യേണ്ടത്. അല്ലാതെ നേതാക്കൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള മറ്റ് നേതാക്കളെ അധിക്ഷേപിക്കുന്ന, മറ്റ് നേതാക്കളെ വിമർശിക്കുന്ന, മറ്റ് നേതാക്കളെ പരിഹസിക്കുന്ന നടപടികളല്ല സൈബർ രംഗത്ത് ഉള്ളവർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് മുതിർന്ന നേതാക്കളുടെ നിലപാട്. അത് കോൺഗ്രസ് പാർട്ടിക്ക് വെച്ചുപുറപ്പിക്കാൻ കഴിയുന്നത് അല്ല എന്ന നിലപാടും അവർ സ്വീകരിക്കുന്നുണ്ട്. ഇനി ഇത്തരം പരിശോധനകൾ നടക്കുമ്പോൾ കോൺഗ്രസിലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ഇതിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കണമെന്ന നിർദ്ദേശങ്ങൾ പാർട്ടിക്കുള്ളിൽ വരും ദിവസങ്ങളിൽ ഉയരും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അജിത്.